പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ന്യൂസിലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കൊല്ലം സ്വദേശിനി ചിഞ്ചു അനീഷിന്റെ ക്രൂരതയുടെ തെളിവുകൾ ന്യൂസ് മലയാളത്തിന്. 2 കോടിയിലധികം നഷ്ടപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശികൾ പണം തിരികെ ചോദിക്കുന്നതിനിടയിൽ കയ്യേറ്റം ചെയ്തത് ദൃശ്യങ്ങളിൽ. സംസ്ഥാനത്തിന് പുറത്ത് തട്ടിപ്പ് നടത്തിയതായും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം. The person you have called is speaking with someone else. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു പൈസ തന്നിട്ടുണ്ട്. വിടാൻ ഞാൻ പറഞ്ഞില്ലേ വിടാൻ. മോനെ ഒന്ന് വീഡിയോ എടുത്തേ. വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ വേണേ സെൻഡ് ചെയ്ത് തരാം. പോലീസ് വരട്ടെ. അമ്മാമ്മേ, ഇവിടെ കുറച്ച് പ്രശ്നമായി. അമ്മ ഇതിനെ ഉപദ്രവിക്കുന്ന നോണ്ണ പറയുണ്ടെങ്കിലേ ആരും ഉപദ്രവിച്ച എന്റെ മേത്തപ്പാട് ഞാൻ മര്യാദ എന്റെ മേത്തപ്പാട് എന്നെ ഉപദ്രവിച്ചു പറഞ്ഞോ പൈസ ഞാൻ എന്റെ 4 പൈസ കോളെ വിളിക്കണം. മനസ്സിലായിട്ടോ നിങ്ങൾക്ക്? കൊണ്ടുവന്ന് ഈ ഡ്രാമ കളിക്കാൻ പറയണവരുന്നല്ലോ. നിങ്ങൾ കളിച്ചു. ഞങ്ങളുടെ മോള് വലുത് എല്ലാവർക്കും അവരവരുടെ മക്കൾ വലുതാണ്. എനിക്കൊക്കെ 20 lakhs ഞാൻ ഇട്ട് തന്നോ? തരാതിരുന്നയാണോ? എന്നിട്ട് ഞാൻ ഒന്നും തരാത്ത പോലെ ഇവിടെ ഇപ്പൊ നിങ്ങളൊന്ന് ഞാൻ ഇവിടുന്ന് മാറണം. ഇതെല്ലാം ഉള്ളൂ. ഞാൻ മാറിക്കൊള്ളാം. എനിക്ക് ജീവിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ല. നിങ്ങൾ ഇങ്ങനെ എല്ലാവരും പറ്റിയിട്ട് നിങ്ങൾ ചത്ത് ഞങ്ങൾ അതിന്റെ ഇതിന്റെ കാശ് കൂടി ഞങ്ങൾ കൊടുക്കണ്ടേ? അതിന്റെ കാശും കൂടി ഞങ്ങൾ കൊടുക്കണ്ടേ? ഇപ്പൊ ഞങ്ങൾ എത്ര കാശ് കൊടുത്തെന്ന് അറിയോ? ഞാൻ ഫ്രൈഡേ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. 2 ലക്ഷം എന്റെ 5000 രൂപ അക്കൗണ്ടിൽ ഇല്ല. 2 ലക്ഷം രൂപ എനിക്ക് ഫ്രൈഡേ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. കേൾക്കത്തില്ല. ഇതാരെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടിക്കല്ല. അത് എന്നെയാണ് ഉപദ്രവിച്ചത്. ഇതാപോലും ആ സംസാരിക്കുന്ന വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഇവിടുന്ന് മാറ്റാനുള്ള പരിപാടിക്കാണേ. ഞങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഒരു അഡ്രസ് എങ്കിലും ഉണ്ട്. ഇത് നിങ്ങൾ മാറിയത് ഞങ്ങൾക്ക് എവിടെ അഡ്രസ് ഉള്ള? ഓൾറെഡി പലിശ ഒന്നല്ല ചോദിക്കണേ, നിങ്ങൾ വാങ്ങിച്ച കാശ് ചോദിക്കണല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ അതൊന്നും എടുത്തിട്ട് നിങ്ങളുടെ പലിശ ഒന്നും ചോദിക്കുന്നില്ല. ഷമീർ അബ്ദുലുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. ഷമീർ, നാട്ടുകാരെ മുച്ചൂടും പറ്റിച്ച് കോടികൾ കൈക്കലാക്കി അവർ ഈ കാശ് ചോദിക്കാൻ വരുമ്പോൾ മർദ്ദനവും, വിവരങ്ങൾ എന്താണ്? സേതുലക്ഷ്മി, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ പുറത്തുവിട്ടു. അതൊക്കെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇവർ ഏതാണ്ട് 10 കോടി രൂപയിലധികം തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലാണ് ചിഞ്ചു ഉള്ളത്. ചിഞ്ചുവിൻ്റെ അടുത്ത് പണം ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ട്രാവൽ ഏജന്റ് എത്തുമ്പോൾ ആ ട്രാവൽ ഏജന്റുമായി ഉണ്ടാകുന്ന സംസാരങ്ങളും വാക്കേറ്റവും കയ്യേറ്റവും ഒക്കെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ആ ട്രാവൽ ഏജന്റിന് അവരിൽ നിന്ന് മാത്രം ഏതാണ്ട് 56 ലക്ഷം രൂപ തട്ടി ഇവർ എടുത്തു. ഇതിനുശേഷം നിരവധി തവണ പല യുവാക്കളിൽ നിന്നും സ്വീകരിച്ച പണം ഇവർ അവർക്ക് നൽകുകയും ചെയ്തു. അതായത് ചിഞ്ചുവിന് ഈ ട്രാവൽ ഏജൻസി നൽകുകയും ചെയ്തു. ആ പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ആ ട്രാവൽ ഏജൻസി നടത്തുന്ന സ്ത്രീ അവിടെ ചെല്ലുകയും പിന്നീട് ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ അവരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലുള്ള, അതായത് കൊല്ലം സ്വദേശിയായ നിഷാദിന്റെ പരാതിയിൽ അറസ്റ്റിലുള്ള ഈ ചിഞ്ചുവിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പുനലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ഇത് പരിഗണിക്കാനിരിക്കുകയാണ്. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തതിന് ശേഷം നിരവധി ആളുകളാണ് നമ്മളെ ബന്ധപ്പെട്ടത്. കാലടി പോലീസ് സ്റ്റേഷൻ, എറണാകുളം റൂറലിലുള്ള ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ, മലപ്പുറം, അതുപോലെ കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ, തമിഴ്നാട്ടിൽ നിന്ന് പോലും പല ആളുകളും നമ്മളെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി കേസുകളാണ് ഇവർക്കെതിരെ ഉള്ളത്. എന്തായാലും പുനലൂർ പോലീസിന്റെ പക്കൽ മാത്രം 10 കേസുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള SHOമാർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ ഇവരുടെ പരിഗണിക്കുമ്പോൾ ഈ കേസുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടും. ഇതിനുശേഷം ഈ മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ളവർ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇവരെ ആന്റിസിപ്പേറ്ററി എടുക്കുന്നതിന് മുമ്പ് തന്നെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണ്. സംസ്ഥാനത്തിന്റെ പുറത്തും ഇവർ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ
തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. തമിഴ്നാട്ടിലും നിരവധി ആൾക്കാരിൽ നിന്നും ഇവർ പണം സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഈ പരാതിയുമായി വിവിധ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. അതായത് ഏറ്റവും കൂടുതൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലാണ്. ആ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രം ഒറ്റ FIRൽ 55-ലധികം പരാതികൾ നിലനിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം നിലനിൽക്കുന്നു. അങ്ങനെ ഈ ചിഞ്ചു അനീഷ് വലിയ തട്ടിപ്പിന്റെ നേതൃത്വം നൽകുന്ന ഒരാളാണ്. ഇവർ ഈ തട്ടിച്ച പണം മൊത്തവും വിദേശത്തേക്ക് കടത്തിയെന്നാണ് പോലീസിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിന്റെ കണ്ണികൾ നിരവധി പേരാണ്. നേരത്തെ ഇവരെ 2023-ൽ ഈ നോർത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളം നോർത്ത് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം ഇവർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും തട്ടിപ്പ് നടത്തുകയും ചെയ്തത്. എന്തായാലും ഇവരുമായി ന്യൂസ് മലയാള സംഘം ചാറ്റ് ചെയ്തപ്പോഴും ന്യൂസ് മലയാള സംഘത്തിനോടും ഇവർ പറഞ്ഞത് ഈ പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് നൽകണം. ഞങ്ങളുടെ ഓഫീസ് ഡൽഹിയിലാണുള്ളത്. കൊച്ചിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഓഫീസില്ല, പുതിയ ഓഫീസ് തുടങ്ങുന്നു. അതായത് 10 കോടി തട്ടിച്ചു, ആ പണം വിദേശ രാജ്യത്തിലേക്ക് കടത്തി, അതിനുശേഷം അതേ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങുന്നു. വീണ്ടും തട്ടിപ്പ്, തൊഴിലില്ലാത്ത യുവാക്കളെ തട്ടിച്ച് വലിയ ക്രൂരതയാണ് ഈ സ്ത്രീ നടത്തിയിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയകൾ വരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഈ കേസിന്റെ പുതിയ നിയമ നടപടികൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സേതുലക്ഷ്മി, ന്യൂസിലൻഡിലുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇന്ത്യയിൽ വലിയൊരു സ്കാം നടക്കുന്നുണ്ട് എന്ന വാർത്ത ഇക്കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇതിൽ അകപ്പെട്ടു പോയ നിരവധി ഇന്ത്യക്കാർ അവിടെ അഭയാർത്ഥികളായി ഈ ന്യൂസിലൻഡിൽ കഴിയുകയാണ്. ആ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വലിയ കണ്ണികൾ, ഇത്തരം തട്ടിപ്പ് നടത്തുന്ന കണ്ണികൾ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. എന്തായാലും ഇവരെ ഇപ്പോൾ ഇവർ ജയിലിനുള്ളിലായതോടുകൂടി തന്നെ കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരികയാണ്. അതായത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ രംഗത്ത് വരികയാണ്. എന്തായാലും ഈ കേസുകളെല്ലാം തന്നെ ക്ലബ്ബ് ചെയ്യുകയും ഇതിന്ന് പുനലൂർ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പിൽ ഈ കേസിന്റെ വസ്തുതകളൊക്കെ തന്നെ പ്രോസിക്യൂട്ടർ പറയുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിനുശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ മുന്നോട്ട് പോകും. എന്തായാലും നമുക്കിടയിൽ തന്നെയുണ്ട്. ആ ഒരു വിലയിരുത്തലിൽ തന്നെയാണോ നിലവിലെ അന്വേഷണം? തീർച്ചയായിട്ടും അത് ഈ കണ്ണികൾ പെരുമ്പാവൂരിലുള്ള ട്രാവൽ ഏജൻസിയിൽ തുടങ്ങിയതാണ്. ഫ്ലൈവില്ല ട്രീ എന്ന ട്രാവൽ ഏജൻസിയിൽ തുടങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് ടാലന്റ് വിസ കൺസൾട്ടൻസി, HR വിസ കൺസൾട്ടൻസി എന്ന പേര്, അങ്ങനെ നിരവധി വിസ കൺസൾട്ടൻസി പേരുകളിലാണ് ഈ തട്ടിപ്പ് ഈ സ്ത്രീ നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അത് ആരൊക്കെയാണ് എന്നാണ് അന്വേഷണ സംഘം ഇവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള CDR വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ജാമ്യാപേക്ഷയ്ക്കായി കഴിഞ്ഞ ദിവസം ആരും തന്നെ ഇവർക്ക് വന്നില്ല. ഇന്ന് ജാമ്യത്തിനായി ഇവർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കൂടുതൽ വിവരങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിക്ക് മുമ്പിൽ വരും. എന്തായാലും കൂടുതൽ കേസുകളുടെ വിവരങ്ങൾ ഇന്ന് കോടതിക്ക് മുമ്പിൽ എത്തും. സേതുലക്ഷ്മി. ഓക്കെ ഷമീർ, ശരി. അപ്പോൾ ഷമീർ ആണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് തുടക്കം മുതൽ എത്തിച്ചതും. ന്യൂസിലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കൊല്ലം സ്വദേശിനിയുടെ വിവരങ്ങളെല്ലാം ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളും മാത്രമല്ല ഷമീർ ആദ്യം പുറത്തുവിട്ട വാർത്ത മുതൽ നടന്ന കാര്യങ്ങളുടെ തെളിവുകൾ സഹിതം, ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിച്ചിരിക്കുന്നത്.